നയതന്ത്രത്തിന് രണ്ട് മുഖങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ തമ്മിൽ ബന്ധത്തിന് കുടപിടിക്കുന്ന സോഫ്റ്റായ നയതന്ത്രം, രാജ്യസുരക്ഷയ്ക്ക് വിഘാതമായി നിൽക്കുന്നവർക്ക് താക്കീതിന്റെ സ്വരത്തിൽ മറുപടി നൽകുന്ന പ്രതിരോധത്തിന്റെ നയതന്ത്രം. ഈ രണ്ട് മുഖങ്ങളിലും കരുത്തനാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രവി നദിയിൽ നിന്നുള്ള അധിക ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തടയാൻ കെട്ടിയ ഷാംപൂർ കണ്ടി അണക്കെട്ട് ഇപ്പോൾ പ്രവർത്തന സജ്ജമാവുകയാണ്. പഞ്ചാബ് ജമ്മു കാശ്മീർ അതിർത്തിയിൽ നിർമ്മാണം പൂർത്തിയായി വരുന്ന ഈ ദേശീയ പദ്ധതിയിലൂടെ മാർച്ച് 31 മുതൽ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം പൂർണ്ണമായും നിലയ്ക്കുമെന്ന് ജമ്മു കാശ്മീർ ജലവിഭവ മന്ത്രി ജാവേദ് അഹമ്മദ് റാണ വ്യക്തമാക്കുന്നു. ഇവിടെ പ്രതിരോധത്തിന്റെ നയതന്ത്രത്തിന്റെ കരുത്താണ് വ്യക്തമാകുന്നത്. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ ഉണ്ടായ ക്രൂരമായ ഭീകര ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച കടുത്ത നടപടികൾ, ആ നടപടികളുടെ തുടർച്ച തന്നെയാണ് ഈ നീക്കം. പഹൽഗാം ഭീകര ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ 1960 സിന്ധു നദീ ജലകരാർ ഭാരതം മരവിപ്പിച്ചിരുന്നു. ഇതോടെ കിഴക്കൻ നദികളായ രവി, ബിയാസ്, സത്ലജ് എന്നിവയിലെ ജലത്തിന്മേൽ ഭാരതത്തിന് പൂർണ്ണ അധികാരം ലഭിച്ചു. മുൻപ് മാധോപൂർ ഹെഡ്വർക്സ് വഴി പാകിസ്ഥാനിലേക്ക് പാഴായി പോരുന്ന ജലം ഇനി ഭാരതത്തിലെ കർഷകർക്കും വൈദ്യുതി ഉൽപാദനത്തിനുമായി ഉപയോഗിക്കും. രവി നദിയിലെ ജലം തടഞ്ഞു നിർത്തുന്നതോടെ ജമ്മു കാശ്മീരിലെ കത്വ, സാംബ ജില്ലകളിലെയും പഞ്ചാബിലെ പത്താൻകോട്ട് മേഖലയിലെയും 10,000-കണക്കിന് ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് ജലം എത്തുകയാണ്. കടുത്ത വരൾച്ച നേരിടുന്ന ഈ മേഖലയ്ക്ക് ഈ പദ്ധതി വലിയ ആശ്വാസമാകുമെന്ന് മന്ത്രി പറഞ്ഞു. 2001 വിഭാവനം ചെയ്തതെങ്കിലും പഞ്ചാബും ജമ്മു കാശ്മീരും തമ്മിലുള്ള തുടർച്ചയായ തർക്കങ്ങൾ കാരണം പതിറ്റാണ്ടുകളോളം മുടങ്ങിക്കിടന്ന പദ്ധതിയാണിത്. എന്നാൽ 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടതോടെയാണ് തടസ്സങ്ങൾ നീങ്ങി നിർമ്മാണം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയത്. സിന്ധു നദീ ജലകരാർ റദ്ദാക്കിയതോടെ ജമ്മു കാശ്മീരിലെ ജലവൈദ്യുത പദ്ധതികൾക്കും വലിയ വേഗതയാണ് കൈവന്നിരിക്കുന്നത്. പാകിസ്ഥാനിലെ കൃഷിയെയും ജനജീവിതത്തെയും സാരമായി ബാധിക്കുന്ന ഈ നീക്കം അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഭാരതം നൽകുന്ന ശക്തമായ മുന്നറിയിപ്പാണ്. ഭാരതത്തിന്റെ അവകാശമായ ജലം ഇനി ശത്രു രാജ്യത്തിന് നൽകില്ല എന്ന ഉറച്ച നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ആർട്ടിക്കിൾ 370 പ്രകാരം പ്രത്യേക പദവിയുള്ള ജമ്മു കാശ്മീരിലെ ഭരണത്തിലെ എല്ലാ തെറ്റുകളും മനസ്സിലാക്കാൻ ഈ പദ്ധതി പഠിക്കണം. ഏറ്റവും പ്രായം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശവും പ്രശ്നക്കാരായ അയൽക്കാരുമായ പാകിസ്ഥാനോടുള്ള മോദി സർക്കാരിന്റെ പുതിയ സമീപനവും മനസ്സിലാക്കാൻ ഇത് പഠിക്കണം. ഈ പദ്ധതി പ്രകാരം ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 20% ജമ്മു കാശ്മീരിന് ലഭിക്കും. പഞ്ചാബിനും സിംഹഭാഗവും ലഭിക്കും. ജലസേചനത്തിനുള്ള വെള്ളം രാജസ്ഥാനും ലഭിക്കും. എല്ലാവർക്കും ഇരുവിഭാഗത്തിനും പ്രയോജനകരമായ സാഹചര്യമാണിത്. അതിനാൽ ശരിയായ ചിന്താഗതിക്കാരായ എല്ലാ ആളുകളും ഈ പദ്ധതി 5 പതിറ്റാണ്ടുകളായി എന്തിനാണ് തീപിടിച്ചു കിടന്നത് എന്ന് ആശ്ചര്യപ്പെടുന്നു. ഷാംപൂർ കണ്ടി അണക്കെട്ടിലെ ജലസംഭരണം മധോപൂർ ഹെഡിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കും. ഇന്ത്യക്ക് അതിനുള്ള അവകാശമുണ്ട്. ഇന്ത്യ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഒരു കരാറുകളും ലംഘിക്കുന്നില്ല എന്നും അംഗീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറല്ല എന്നും ഇതിനെ ഇന്ത്യയുടെ പ്രതികാരമെന്നും ജലഭീകരത എന്നും വിളിച്ചു കരയുകയാണ് പാകിസ്ഥാൻ. പിന്തുണയുള്ള ലഷ്കർ-ഇ-തോയ്ബ ഉറിയിൽ 18 സൈനികരെ കൊലപ്പെടുത്തിയതിനു ശേഷം 2016 സെപ്റ്റംബറിൽ നടന്ന ഉന്നതതല യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രക്തവും വെള്ളവും ഒരേ സമയം ഒഴുകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടും ഇന്ത്യ സിന്ധു ജല കരാർ ലംഘിച്ചിട്ടില്ല. 1960 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച ഇന്റർനാഷണൽ വാട്ടർ ട്രീറ്റ്മെന്റ് കരാർ പ്രകാരം രവി, ബിയാസ്, സത്ലജ് നദികളിലെ ജലം ഉപയോഗിക്കാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതേസമയം പാകിസ്ഥാന് ചെനാബ്, സിന്ധു, ഝലം എന്നീ നദികൾ ഉപയോഗിക്കാം. അയൽ രാജ്യങ്ങൾ വിഭവങ്ങൾ പങ്കിടുന്നതിനെ കുറിച്ചുള്ള മാതൃകയായി പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കരാറിൽ ലോകബാങ്ക് ഗ്യാരണ്ടി നൽകിയാണ് ഒപ്പുവെച്ചത്. ഇന്റർനാഷണൽ വാട്ടർ ട്രീറ്റ്മെന്റ് കരാറിന്റെ വ്യവസ്ഥകൾ പാലിക്കുക മാത്രമല്ല, അണക്കെട്ടുകളുടെ അഭാവം മൂലം പാകിസ്ഥാന് ഉപയോഗിക്കാൻ കഴിയാത്തതും കടലിൽ ചെന്ന് ചേരുന്നതുമായ ജലം ഇന്ത്യ ഉപയോഗപ്പെടുത്തുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.